ഹായ് ഫ്രണ്ട്സ്. അപ്പം ഞാനിന്ന് തണ്ണിമത്തൻ കൊണ്ടൊരു സമ്മർ ഡ്രിങ്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തണ്ണിമത്തൻ ഉപയോഗിച്ച് 3 ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു തണ്ണിമത്തൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുരുക്കളൊക്കെ എടുത്തു മാറ്റാം. എല്ലാ കുരുക്കളും എടുത്തു മാറ്റണം. കുരുക്കളൊക്കെ എടുത്തു മാറ്റി ചെറുതായി അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ കുരുക്കളൊക്കെ കളഞ്ഞ് നന്നായി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 3 സ്പൂൺ സബ്ജ സീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് കുതിർക്കാൻ വെക്കാം. ജ്യൂസ് അടിക്കാൻ വേണ്ടി ഒരു മിക്സിൻ്റെ ജാർ എടുക്കാം. ഇതിലേക്ക് നന്നാക്കി വെച്ച് തണ്ണിമത്തൻ ഇട്ട് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. തണ്ണിമത്തൻ മധുരമുണ്ടെങ്കിൽ പഞ്ചസാര കുറച്ചിടണേ. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു അരിപ്പിലേക്ക് അരിച്ച് എടുക്കാം. ഇത് അരിച്ചെടുക്കുന്നത് കുരുക്കളോ തണ്ണിമത്തൻ അടിയാതെ കിടക്കുന്നുണ്ടെങ്കിൽ ഇതിൽ നിൽക്കും. ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനു വേണ്ടി കുറച്ച് ഐസ് ക്യൂബ് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. 1.5 സ്പൂൺ സബ്ജ സീഡ് ഇട്ട് കൊടുക്കാം. കുതിർത്ത സബ്ജ സീഡ്. ചെറുതാക്കി അരിഞ്ഞ തണ്ണിമത്തൻ 1-2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത് ജ്യൂസ് കുടിക്കുമ്പോൾ ഇടയിൽ കടിക്കുന്നത് നല്ല രസമുണ്ടായിരിക്കും. ഇനി ഇതിലേക്ക് തണ്ണിമത്തൻ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ജ്യൂസിൻ്റെ മുകളിലേക്ക് കുറച്ച് സബ്ജ സീഡ് ഡെക്കറേഷന് വേണ്ടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ജ്യൂസ് ഉണ്ടാക്കാം. അതിനു വേണ്ടി ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തണ്ണിമത്തൻ ഇട്ട് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു ഗ്ലാസ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഇതാ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു അരിപ്പിലേക്ക് അരിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. കുറച്ച് തണ്ണിമത്തൻ ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് അടിച്ചെടുത്ത തണ്ണിമത്തൻ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ ജ്യൂസും റെഡി ആയിട്ടുണ്ട്. മൂന്നാമത്തെ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു മിക്സിൻ്റെ ജാർ എടുക്കാം. ഇതിലേക്ക് തണ്ണിമത്തൻ ഇട്ട് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. മൂന്നോ 4 ഇല പുതിന ഇല ഇട്ട് കൊടുക്കാം. അരമുറി ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. ഒരു ഗ്ലാസ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി അടിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു അരിപ്പിലേക്ക് നമുക്ക് അരിച്ചെടുക്കാം. ഈ വെയിൽ കാലത്ത് ഈ ജ്യൂസൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച് തണ്ണിമത്തൻ ഇട്ട് കൊടുക്കാം. ഇനി തണ്ണിമത്തൻ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. മൂന്നാമത്തെ തണ്ണിമത്തൻ ജ്യൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ പുതിന ചെറുനാരങ്ങ ജ്യൂസാണ്. സബ്ജ സീഡും തണ്ണിമത്തനും കൂടി ഉണ്ടാക്കിയ ജ്യൂസാണിത്. ഇത് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടാക്കിയ ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.